അപ്പൊ തുടങ്ങാം. പിന്നെ ഇന്നലെ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മി ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. ഹാഷ്മിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം അദ്ദേഹത്തിന് വാക്കുകൾക്ക് തടസ്സമുണ്ട് എന്നൊന്നും എനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ല. ഭയങ്കര എന്റെ വിശ്വാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നെ കൊലക്ക് കൊടുക്കരുത്. അങ്ങനത്തെ ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ അവരെന്താണ് പറയുന്നത് കുഴപ്പമായി തോന്നുന്നത് എന്ന് മാത്രം കേട്ടുകൊണ്ട് ഒരു അക്ഷരം ചോദിക്കാതെ നിന്ന ഹാഷ്മിയോട് എനിക്ക് പുച്ഛം തോന്നുകയാണ്. എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ? എന്ത് പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. അവന് ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു. മോശമായി പോട്ടോ, ഭയങ്കര മോശമായി പോയി. നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. എനിക്ക് കയ്യിലിരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാൽ പോയാ മതി, അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ ഇവൻ അയച്ച വോയിസും എല്ലാം പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോ ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിവില്ലാതെ എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? ഹാഷ്മി എന്ന് പറയുന്ന ജേർണലിസ്റ്റ് അവിടെ ബബ്ബ അടിക്കുന്നത് കണ്ടിട്ട് ലജ്ജ തോന്നാണ് എനിക്ക്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി. ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ? കുട്ടി കരയല്ലേ? ഒന്ന് പറഞ്ഞു മനസ്സിലായില്ല. ഒരു പ്രശ്നം തീർക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയുന്നതാണോ ഒരു MLA ധാർമ്മികത എന്ന് പറയുന്നത്? ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാം. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. ആണോ? അതിനെക്കുറിച്ചൊന്നും ഒരു ചോദ്യം പോലും 24 ചാനലിലുള്ള ഹാഷ്മി ചോദിച്ചില്ല എന്നുള്ളത് നാണമുണ്ടോ നിനക്ക്? നാണം. അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്ന ഹാഷ്മിയെ കണ്ടതിൽ വേദനയുണ്ട്. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.